മാനുവൽ വേഴ്സസ് ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ലൈസൻസ് ഏതാണ് ബെസ്റ്റ്? ദുബൈ അഥവാ UAE-യിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ മാനുവൽ ലൈസൻസ് എടുക്കണോ അതോ ഓട്ടോമാറ്റിക് ലൈസൻസ് എടുക്കണോ എന്നുള്ളതാണ്. ചിലർ പറയുന്നത് മാനുവൽ ബെസ്റ്റ് ആണ്, ചിലർ പറയുന്നത് ഓട്ടോമാറ്റിക് ഈസിയാണ്. പക്ഷേ റോങ് ഡിസിഷൻ എടുത്താൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിമ്പിളായി നോക്കാം ഏതാണ് ബെസ്റ്റ് എന്ന്. ഏതാണ് ഈസി, ഏതാണ് ഫ്യൂച്ചർ സേഫ്, ഏതാണ് ചീപ്പ്, ഏതാണ് കൂടുതൽ യൂസ്ഫുൾ UAE-യിൽ, കൂടാതെ നിങ്ങൾക്ക് പേഴ്സണലി ഏതാണ് ബെസ്റ്റ് എന്ന്. ഫസ്റ്റ് ബേസിക് ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാനുവൽ കാറിൽ ഗിയർ നിങ്ങൾക്ക് മാനുവലി ചേഞ്ച് ചെയ്യണം. അതായത് ക്ലച്ച്, ഗിയർ, ആക്സിലേറ്റർ എല്ലാം കോർഡിനേറ്റ് ചെയ്യണം. എസ്പെഷ്യലി സ്ലോപ്പ്, ട്രാഫിക്, പാർക്കിംഗ് ഇതൊക്കെ ബിഗിനർ ആൾക്കാർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായി ഫീൽ ചെയ്യും. പക്ഷേ ഓട്ടോമാറ്റിക് കാറിൽ ക്ലച്ച് ഇല്ല, കാർ ഓട്ടോമാറ്റിക്കലി ഗിയർ ചേഞ്ച് ചെയ്യും. അതിനാൽ ഡ്രൈവിംഗ് വളരെ സിമ്പിൾ ആവും. അതുകൊണ്ടാണ് മെജോറിറ്റി ലേണേഴ്സ്, അതായത് സ്റ്റുഡൻസ്, ഓട്ടോമാറ്റിക് വണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ UAE-യിൽ മോസ്റ്റ്ലി സ്റ്റുഡൻസ് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് റീസൺ, ഈസി ടു ലേൺ. നിങ്ങൾക്കറിയാം ദുബായ് ട്രാഫിക് കുറച്ച് ഹെവിയാണ്. അതിൻ്റെ കൂടെ ക്ലച്ച് കൺട്രോൾ ചെയ്യണം, ഗിയർ കൺട്രോൾ ചെയ്യണം. അതിന് സ്റ്റുഡൻസ് കുറച്ച് പാനിക് ആകും. എസ്പെഷ്യലി എഞ്ചിൻ ഓഫായി പോകുക, റോങ് ഗിയർ ഇടുക, ക്ലച്ച് റിലീസ് മിസ്റ്റേക്ക് ചെയ്യുക. ഇതൊക്കെ കോമൺ ആണ് മാനുവൽ വണ്ടിയിൽ. പക്ഷെ ഓട്ടോമാറ്റിക്കിൽ ഇതൊന്നുമില്ല. അതുകൊണ്ട് ബിഗിനേഴ്സിന് ഓട്ടോമാറ്റിക് വണ്ടി കൂടുതൽ കോൺഫിഡൻസ് നൽകും. സെക്കൻഡ്, ലെസ് സ്ട്രെസ് ഡ്യൂറിംഗ് ഡ്രൈവിംഗ്. ഫൈനൽ റോഡ് ടെസ്റ്റിൽ ആൾറെഡി ടെൻഷൻ ഉണ്ടാകും. ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സിമ്പിൾ ആയതുകൊണ്ട് റോഡിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയും. തേർഡ്, കൂടുതൽ പാസ് അല്ലെങ്കിൽ പെട്ടെന്ന് പാസ് ആകാൻ ചാൻസ് ഇത് നൽകും. കുറച്ച് കൺട്രോൾ ഉണ്ടെങ്കിൽ കുറച്ച് മിസ്റ്റേക്കേ വരത്തുള്ളൂ. അതുകൊണ്ട് കുറെ സ്റ്റുഡൻസ് പറയും ലൈസൻസ് എനിക്ക് വേഗം വേണം, എന്നാൽ ഓട്ടോമാറ്റിക് തന്നെ ചൂസ് ചെയ്യാം. ഇനി ഓട്ടോമാറ്റിക് ലൈസൻസ് ലിമിറ്റേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓട്ടോമാറ്റിക് ലൈസൻസിനും ലിമിറ്റേഷൻ ഉണ്ട്. UAE-യിൽ ഓട്ടോമാറ്റിക് ലൈസൻസ് എടുത്താൽ നിങ്ങൾക്ക് മാനുവൽ വെഹിക്കിൾ ലീഗലി ഡ്രൈവ് ചെയ്യാൻ പറ്റുകയില്ല. അതായത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ചിലപ്പോൾ മാനുവൽ വണ്ടി ഓടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ വണ്ടികൾ ഓടിക്കണമെങ്കിൽ ഡ്രൈവ് ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഓടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻസ് കൺസിഡർ ചെയ്തിരിക്കണം. അതായത് നിങ്ങൾക്ക് ജോലിക്ക് ആവശ്യമായി അല്ലെങ്കിൽ കമേഴ്ഷ്യൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഈ ലൈസൻസ് കൊണ്ട് പറ്റുകയില്ല. ഇനി മാനുവൽ ലൈസൻസിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇതിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മാനുവൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ലൈസൻസ് ഓടിക്കാം, മാനുവൽ ലൈസൻസ് ഓടിക്കാം. ഇതൊരു ഫ്ലെക്സിബിലിറ്റി ആണ്. സെക്കൻഡ്, ബെറ്റർ വെഹിക്കിൾ കൺട്രോൾ അണ്ടർസ്റ്റാൻഡിംഗ്. മാനുവൽ പഠിച്ചവർക്ക് കൂടുതൽ വെഹിക്കിൾ കൺട്രോൾ മനസ്സിലാക്കാൻ സാധിക്കും. എസ്പെഷ്യലി സ്ലോപ്പ് വരുമ്പോൾ, പവർ കൺട്രോൾസ് വരുമ്പോൾ, എൻജിൻ റെസ്പോൺസ് വരുമ്പോൾ. തേർഡ്, ഡ്രൈവിംഗ് റിലേറ്റഡ് ജോബ്സിന് ഇത് യൂസ്ഫുൾ ആകും. എക്സാമ്പിൾ, ചില കമ്പനികൾ ഇപ്പോഴും മാനുവൽ ലൈസൻസിന് പ്രിഫർ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ട്രാൻസ്പോർട്ട് വണ്ടികൾ ഓടിക്കണം അല്ലെങ്കിൽ ഹെവി വണ്ടിയിൽ ഓടിക്കണം, എക്യുപ്മെന്റ് റിലേറ്റഡ് ജോബ്സ് ആണെങ്കിൽ. സോ ഫ്യൂച്ചർ ഡ്രൈവിംഗ് കരിയർ പ്ലാൻ ഉണ്ടെങ്കിൽ മാനുവൽ ആണ് ബെസ്റ്റ്, അല്ലെങ്കിൽ മാനുവൽ ഹെൽപ്ഫുൾ ആകും. മാനുവലിൽ പക്ഷേ ഹൈ ഫെയിൽ ചാൻസ് ആണ് ഉള്ളത്. പക്ഷേ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ മാനുവൽ ബിഗിനേഴ്സിന് ഡിഫിക്കൽട്ടി ഉണ്ടാക്കും. കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ കാർ റോൾ ബാക്ക് ആവാൻ ചാൻസ് ഉണ്ട്, എൻജിൻ ഓഫ് ആകും, ഗിയർ റോങ് ആയിട്ട് തിരഞ്ഞെടുക്കും, ക്ലച്ചുകൾ പെട്ടെന്ന് റിലീസ് ചെയ്യാനും സ്ലോ ആയിട്ട് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ട്രാഫിക്കിൽ പാനിക് ആവാനും ചാൻസ് ഉണ്ട് ഇതുമൂലം. അതുകൊണ്ട് കുറെ സ്റ്റുഡന്റ് എക്സ്ട്രാ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, കുറെ ടെസ്റ്റുകളും തോൽക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കുറെ പൈസ അധികം ചെലവാകും, സമയം പോകും, സ്ട്രെസ് വർദ്ധിക്കുകയും ചെയ്യും. എസ്പെഷ്യലി നെർവസ് സ്റ്റുഡൻസ് ആണെങ്കിൽ മാനുവൽ കുറച്ച് ടഫ് ആയി ഫീൽ ചെയ്യും. പക്ഷേ വിച്ച് ലൈസൻസ് ഇസ് ബെസ്റ്റ് ഫോർ യു? ഏത് ലൈസൻസ് ആണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏതാണ് എനിക്ക് ബെസ്റ്റ്? അത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസി ഡ്രൈവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യാം. അല്ല, എൻ്റെ ജോബിന് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് ഡ്രൈവിംഗ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് വലിയ വണ്ടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലിലേക്ക് പോകാം. ഇപ്പോൾ ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ, ഒരു നെർവസ് ഡ്രൈവർ ആണെങ്കിൽ, എനിക്ക് ഫാമിലിക്ക് വേണ്ടി മതി വണ്ടി അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മതി വണ്ടി, എനിക്ക് പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കണം എങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടികളാണ് നിങ്ങൾക്ക് ബെസ്റ്റ്. പക്ഷേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്, കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വേണം, ഫ്യൂച്ചറിൽ എനിക്ക് ഹെവി അല്ലെങ്കിൽ മാനുവൽ വണ്ടിക്ക് വേണ്ടി പ്ലാൻ ഉണ്ട്, എനിക്ക് ട്രാൻസ്പോർട്ട് റിലേറ്റഡ് കരിയർ ആണ് എൻ്റെ ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ആണ്
ലോങ് ടേമിൽ നല്ലത്? ഇതിനൊരു പെർഫെക്റ്റ് ആൻസർ ഇല്ല, പക്ഷേ നിങ്ങൾ സ്മാർട്ടായി ചൂസ് ചെയ്യാവുന്നതാണ്. മാനുവൽ മോശമല്ല, ഓട്ടോമാറ്റിക്കും മോശമല്ല. എല്ലാം ചോയ്സും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് ഹോണസ്റ്റ്ലി ആയിട്ട് ചോദിച്ചാൽ UAE കൂടുതലും ഡ്രൈവേഴ്സ് ഓട്ടോമാറ്റിക് ആണ് ചൂസ് ചെയ്യുന്നത്. എന്തെന്നാൽ അത് ഈസിയാണ്, ഫാസ്റ്റ് ആണ്, സ്ട്രെസ് ഇല്ല. അതാണ് കൂടുതലും മെജോറിറ്റി ലേണേഴ്സ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചർ ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ ഒരു പവർഫുൾ ഓപ്ഷനുമാണ്. നിങ്ങൾക്ക് തിയറി ടെസ്റ്റിനെ പറ്റിയോ പാർക്കിംഗ് ടെസ്റ്റിനെ പറ്റിയോ അതോ അസസ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ റോഡ് ടെസ്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ വീഡിയോ കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നതാണ്, നിങ്ങൾ കാണാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായി എനിക്ക് കമന്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ലിങ്കുകൾ തരുന്നതായിരിക്കും. അപ്പോൾ വിച്ച് വൺ വിൽ യു ചൂസ്? നിങ്ങൾ ഏത് ലൈസൻസ് ആണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് കമന്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.